ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇയർ എൻഡ് ട്രിപ്പ് വാഗമണ്ണിലേക്കായിരുന്നു കേട്ടോ. വാഗമണ്ണിലെ മോണ്ടിക്കൽ ക്ലബ്സ് എന്ന ലക്ഷറിയസ് റിസോർട്ടിലായിരുന്നു ഞങ്ങൾ ഇപ്രാവശ്യം സ്റ്റേ ചെയ്തത്. ഞങ്ങളൊരു ഉച്ചയോട് കൂടി അവിടെ ചെക്ക് ഇൻ ആയി. റിസപ്ഷനിലെ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യാൻ നോക്കിയപ്പോഴാണ് അവിടെ ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയൊക്കെ സെലിബ്രേഷൻ കഴിഞ്ഞ കാരണം അവിടുത്തെ അലങ്കാര വസ്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഋതുമോൾ അത് കണ്ടിട്ട് അവിടെ നിന്ന് എന്തോ എടുക്കാനുള്ള ശ്രമത്തിലാണ്. എന്താ നോക്ക്, തുള്ളി പോകണം, നോക്ക്, എന്തോ എടുക്കാൻ പോവാണ്. ഞാൻ അകത്തേക്ക് കയറി ഋതുവിനെ എടുക്കാൻ വേണ്ടി കയറിയാണ്. അപ്പോഴാണ് ഇവിടുത്തെ ക്രിസ്മസ് അലങ്കാരങ്ങളും ന്യൂ ഇയർ സെലിബ്രേഷനുള്ള കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണുന്നത്. ഋതു ഇതാ ഇവിടെ അലങ്കാര വസ്തുക്കൾക്കിടയിൽ നിന്ന് എന്തോ ഒരു സാധനം, ചെറിയാണെന്ന് തോന്നുന്നു, ആർട്ടിഫിഷ്യൽ ചെറിയൊക്കെ എടുത്തുകൊണ്ട് അവൾ കളിക്കാൻ വേണ്ടി വരുന്നു. ഞങ്ങളങ്ങനെ റിസപ്ഷനിലെ ചെക്ക് ഇൻ ഫോർമാലിറ്റീസൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഡോമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴികളിലൊക്കെ വളരെ മനോഹരമായ ചെടികളും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഡോമിലേക്ക് വന്നു. ഓരോ ഡോമിനും ഓരോ പേരും നമ്പറൊക്കെ ഉണ്ട്. 104 ആണ് ഞങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഡോം. അപ്പോൾ ഞങ്ങൾ ഡോമിലെത്തി. ഡോമിലെ പുറം കാഴ്ചകളൊക്കെ ക്യാമറയിൽ പകർത്തിയതിന് ശേഷം ഞങ്ങൾ നേരെ ഡോമിനകത്തേക്ക് കയറി. ആര്യനാണ് ആദ്യം അകത്ത് കയറിയത്. അവനവിടെ ബാഗ് വെച്ച് പിള്ളേർ കളി തുടങ്ങി. യൂട്യൂബ് വെച്ച് പാട്ടും വെച്ച് കാർട്ടൂണും വെച്ചിട്ട് ഫുള്ള് കളിയാണ്. ഞങ്ങൾ നേരെ ഡോമിൽ കയറി AC ഓൺ ചെയ്തു. എയർ കണ്ടീഷൻഡാണ്. അപ്പോൾ നമ്മൾ ഡോമിനകത്ത് കയറിയപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് അത്യാവശ്യം സൗകര്യമുണ്ട്. ഒരു നോർമൽ റൂമിനുള്ളിനേക്കാൾ കൂടുതൽ സൗകര്യം ഈ ഡോംസിനുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ ചെറിയൊരു സ്പേസാണ്, ഒരു ചെറിയൊരു ഡോമായിരിക്കും എന്നാണ് കരുതിയെങ്കിൽ അകത്ത് കയറുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസിങ് ഒക്കെ ഉണ്ട്. ഡോമിൻ്റെ വശങ്ങളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടത് അവിടെ കുടിക്കാനുള്ള വെള്ളം, ചായ ഉണ്ടാക്കാനുള്ള കെറ്റിലും കാര്യങ്ങളൊക്കെ, പിന്നെ അവിടെ ഫ്രൂട്ട്സ് കട്ട് വെച്ചിട്ടുണ്ട്. അത് കോംപ്ലിമെൻ്റ് ആണ്. പിന്നീട് സ്നാക്സൊക്കെ വെച്ചിട്ടുണ്ട്. അത് പെയ്ഡാണ് കേട്ടോ. അതിൻ്റെ പ്രൈസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു മിനി റെഫ്രിജറേറ്റർ ഉണ്ട്. അത് അതിനകത്ത് സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ വെക്കേണ്ടതാണ്, പക്ഷേ ഇപ്പോൾ അവർ വെച്ചിട്ടില്ലായിരുന്നു. അത് പെയ്ഡാണ് ആക്ച്വലി. അവിടെ നിന്ന് നമ്മൾ ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുകയാണെങ്കിൽ അതിനുള്ള ക്യാഷ് പ്രത്യേകം അടയ്ക്കണം. ഇപ്പോൾ അത് എംപ്റ്റി ആയിരുന്നു. പിന്നീട് അഡീഷണൽ പില്ലോ ഇവിടെ വെച്ചിട്ടുണ്ട്. പില്ലോ മാത്രമല്ല, അഡീഷണൽ ബെഡും അവർ തരും ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ അഡീഷണൽ ബെഡും ഉപയോഗിച്ചിരുന്നു. ഓക്കെ, ഇതാണ് ഇവരുടെ വാഷ്റൂം. ഇവിടെ വെറൈറ്റീസ് ഓക്കെ. എന്നിട്ടാ ഡെൻ്റൽ കിറ്റ്. ഓക്കെ, അത് ബ്രഷ് ആയിരിക്കും. മോണ്ടിക്കൽ ഗ്ലിബ്സ്, കോംബ്. ഓക്കെ, കോംബ് ചീപ്പാണ്. Then this is shaving kit. Oh, that's great. Okay, this one is something hygiene bag. Okay, and what about this? Shower cap. Okay, that is one variety of shampoos, body lotion and conditioner, and we have a shower gel. Okay, and ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു ലാമ്പ്. ഇതാണ് ഇവരുടെ ഒരു വാഷ്റൂം സെറ്റപ്പ് കേട്ടോ. ഡോംസിനുള്ളിൽ കാരണം ചെറിയൊരു ബാത്റൂം സെറ്റപ്പ്. പിന്നെ ഇത് ഒരു ഗ്ലാസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂം സെക്ഷൻ. അത് കൊള്ളാം. അപ്പോൾ നമ്മൾ ഡോം സ്റ്റേയിലെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. നമ്മൾ ഡോം സ്റ്റേയിലേക്ക് ഇങ്ങോട്ടുള്ള റോഡൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഈ റിസോർട്ടിലേക്കുള്ള മോണ്ടിക്കൽ ക്ലബ്സ് റിസോർട്ടിലേക്കുള്ള റോഡൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് വരാനായിട്ട്. പക്ഷെ വന്ന് നമ്മളിപ്പോൾ ഈ ഡോം സ്റ്റേയിൽ നിൽക്കുമ്പോൾ അടിപൊളിയാണ്, നല്ല ഫീലിങ്സ് ആണ്. പിന്നെ ഈ വ്യൂ ആണ് അടിപൊളി. ഇവിടെ നമുക്കൊരു ചായ കുടിച്ച് ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗിൽ ഇരിക്കുന്ന ആലോചിച്ച് നോക്കിയാൽ നല്ല രസമുള്ള കാഴ്ച. നമുക്ക് ഈ മോണ്ടിക്കൽ ക്ലബ്സിൻ്റെ പുറത്തേക്ക് ഒന്ന് പോകാം. നമുക്ക് പുറത്തെ കാഴ്ചകളൊന്നും നമ്മളങ്ങനെ എക്സ്പ്ലോർ ചെയ്തില്ല. ജസ്റ്റ് ചെക്കിൻ ആയതേ ഉള്ളൂ. ഇതിങ്ങനെ ഡോർ തുറക്കുമ്പോൾ ഓക്കെ അടുത്ത ഡോംസാണ് നമുക്കിവിടെ നിന്ന് കാണാം. ഓക്കെ, നല്ല സുന്ദരമായ കാഴ്ചകളാണ് ഡോംസിലുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് കിടക്കാം. ഇവിടെ നമുക്ക് കിടക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ഉണ്ടാക്കിയേക്കുന്നത്. ഇവിടെ കിടക്കാം. ഇതാണ് ഡോമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ച. ഇവിടുത്തെ വേറെ ഡോമുകളൊക്കെ നമുക്ക് കാണാം. നമുക്ക് 1 2 3 4 5, പിന്നെ അവിടെ ഒരെണ്ണം കണ്ട് 6 7 അറൗണ്ട് 9 ആയി. 9 എണ്ണം ഉണ്ടെന്നാണ് ഈ ഒരു വ്യൂ നോക്കുന്നത്. ഡോമിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയുള്ള വ്യൂസാണ്, നല്ല ഭംഗിയുള്ള വ്യൂസാണ്. പിന്നെ ഈ ഡോമിൻ്റെ ഒരു ആംഗിളും
ഡോം കാണാനുള്ള വൈറ്റ് ഡോംസ് ആണല്ലേ. അപ്പോൾ നല്ല രസകരമായ കാഴ്ചയാണ്. പച്ചപ്പിനിടയ്ക്ക് ഇങ്ങനെ ഓരോ ഡോം നിൽക്കുന്നതൊക്കെ കാഴ്ചയാണ്. ഇതിപ്പോൾ നമ്മൾ ഡോമിൻ്റെ പുറത്ത് വെറുതെ വന്നിരിക്കുന്നുണ്ട്. ഹലോ ഇത് മോളെ ഇതാണ് ഡോമിൻ്റെ പുറത്തെ കാഴ്ച. പിന്നെ ഇവിടെ 2 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നോക്കിയൊരു ഈവനിങ്ങോ വൈകുന്നേരമൊക്കെ ഈവനിങ്ങോ മോർണിംഗിലോ ഒക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കാം. ഒരു ടീ ഒക്കെ കുടിച്ചിട്ട് നല്ലതായിട്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അവിടെ ഒരു വേറൊരു റിസോർട്ട് ഉണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുള്ള കാഴ്ച. ഇപ്പോൾ ചെറിയ ചൂടേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് നോട്ട് സഹിക്കാൻ പറ്റാത്ത ചൂടൊന്നുമല്ല. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ ചെക്കിൻ ആയതേ ഉള്ളൂ. അപ്പോൾ അതും ആ കാണുന്നതാണ് അവിടെ റിസപ്ഷൻ ഏരിയ. അവിടെ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കണം. നമ്മൾ ഓർഡർ ചെയ്തേ ഉള്ളൂ ഫുഡ്. അവർ പ്രിപ്പയർ ചെയ്തിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞത്. വിളിക്കട്ടെ. താത്ത ഒന്നുമില്ല, ഇത് നിനക്ക് കളിക്കാനുള്ള സ്ഥലമല്ല. ആര്യൻ വരുന്നു, ഋതു 2. നമ്മുടെ ഡോമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് നമുക്ക് അതിമനോഹരമായ കാഴ്ചകൾ. താത്തായൊന്നുമില്ല, എനിക്ക് വരില്ല. അത് അപ്പം ജഗൂസിയുള്ള ഡോംസ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല. അവിടെ ഉണ്ട്, അവിടെ ഉണ്ടല്ലേ. ജഗൂസി ഉള്ള ഡോംസ് നമുക്ക് കിട്ടിയില്ല. അപ്പം ഇതാണ് നമ്മുടെ ഡോംസ്. ഓക്കെ നൈസ്. അങ്ങനെ ഞങ്ങളിവിടെ കിടക്കുകയാണ് കേട്ടോ. ഋതുവിനെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ല, കാരണം ഈ നെറ്റിനേക്കാൾ ചെറുതാണ് അവളുടെ കാല്. താഴത്തേക്ക് പോവും. താഴത്തേക്കല്ല, കാല് പോവും. അതുകൊണ്ട് ഞാനിങ്ങനെ ഇവളെ പിടിച്ചേക്കുവാണ്. അവൾക്ക് ഇനി ക്യാമറ വേണം, അതിനുള്ള പരിപാടിയാണ്. ക്യാമറ ഒന്നും തരത്തില്ല, അത് എൻ്റെ ടോയ്സാണ്. മമ്മി മീനൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് വിളി വന്നു. അപ്പോൾ അവർ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അവിടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകണം. ഇനി നമുക്ക് അവരുടെ റെസ്റ്റോറൻറ്റിൽ എന്തൊക്കെയാണ് അവർ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, അവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകളൊക്കെ. അപ്പം നമ്മൾ മോണ്ടിക്കൽ ഗ്ലംസ് റിസോർട്ടിൻ്റെ അവരുടെ റിസപ്ഷൻ ഏരിയയിൽ ഏറ്റവും ടോപ്പിലാണല്ലോ. അവിടെ റിസപ്ഷൻ ഏരിയയാണ് ഏറ്റവും താഴെ. പിന്നെ റെസ്റ്റോറൻറ്റ്, അതിന് താഴത്തെ മേളിലായിട്ടാണ് ഇവരുടെ പ്ലേയിങ് ഏരിയ ഒക്കെ, ഇൻഡോർ ഗെയിംസൊക്കെ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം ഇത് നമുക്ക് താഴെയാണ് പാർക്കിംഗ് ഏരിയ ഒക്കെ ഒന്ന് കാണിച്ചത്. ഇതാണ് പാർക്കിംഗ് കേട്ടോ. ചെറിയൊരു പാർക്കിംഗ് ഏരിയ, ചെറിയൊരു റിസപ്ഷൻ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ റിസോർട്ടിൻ്റെ കംപ്ലീറ്റ് വ്യൂ കിട്ടും. നമുക്ക് ഡോംസ് എല്ലാം കാണാം, സ്വിമ്മിങ് പൂള് കാണാം. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഡോംസാണ് ഏറ്റവും, ഐ ബിലീവ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഡോംസാണ് ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്നത്. നമുക്ക് ദിസ് 104. യെസ്. പിന്നെ അവിടെ 3 ഡോംസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡോംസ്, പിന്നെ ഇവിടെയുള്ള 3, 6, 7. പിന്നെ ഇവിടെ വേറൊരു ഡോംസ്, അതിൻ്റെ റൂഫ് ശഗീരിയാണെന്ന് തോന്നുന്നു കേട്ടോ. 10, 11 അവരോട് സംസാരിച്ചപ്പോൾ ഏകദേശം 11 ഡോമുണ്ട്. പിന്നെ ഒരു ഡോം വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ അടിപൊളിയാണ് ഈ റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ, ഗംഭീര കാഴ്ചകൾ. നോക്കൂ, ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയേ, അടിപൊളിയല്ലേ. ഈ സൈഡ് നോക്കിയേ, സൂപ്പർ അല്ലേ, ഗംഭീരം, അടിപൊളിയാട്ടോ. ഇവിടെ നോക്കി, ഇതാണ് ഇവരുടെ പ്ലേയിങ് ഏരിയ. ഇൻഡോർ ഗെയിംസൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ചെസ്സ് കളി ഞാൻ കളിക്കുമെങ്കിലും ഐ എം നോട്ട് എക്സ്പേർട്ട് ഇൻ ദിസ്. ഋതു കൂടെ എവിടെയാണ് ഇപ്പം ഉണ്ട്. ചിന്നൂസ് അറിയാൻ മേലാത്ത കളി കളിക്കുന്നുണ്ട്. ആരിപ്പനോട് സോക്കർ, ഫുട്ബോൾ, ആരിപ്പൻ്റെ ഫേവറേറ്റ് ഗെയിം. ആരിപ്പ് കളിച്ചാലോ? ഓക്കെ, നമുക്ക് കളിക്കാം. ഈ ഒരു സൈഡ് നോക്കി അതിമനോഹരമായ കാഴ്ചകൾ. കൊള്ളാമല്ലേ, ഗംഭീരം, ബ്യൂട്ടിഫുൾ, വെരി വെരി അമേസിങ് വ്യൂ.
അപ്പോൾ നമ്മൾ മോണ്ടിക്ക ഗ്ലെയിംസ് റിസോർട്ടിൻ്റെ സ്വിമ്മിങ് പൂളാണ്. നല്ല അടിപൊളി വൈബാണ്. പിന്നെ മറ്റേ അമീബിക് മസ്തിഷ്ക ജ്വരമൊക്കെ ഉള്ള കാരണം നമ്മളങ്ങനെ മുങ്ങി കുളിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് മേല് നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ഷീവൻ അതിനൊന്നും ശ്രമിക്കും. പുള്ളി സ്വിമ്മിങ് ചാമ്പ്യനാണ്. അതിൻ്റെ ഒരു അഹങ്കാരം പുള്ളിക്കുണ്ട്. അപ്പോൾ നല്ല മനോഹരമായ അടിപൊളി പൂളാണ്. നമുക്ക് ഇവിടെ ഒരു വാട്ടർഫാൾ അല്ല, ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫാളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അധികം ആഴമൊന്നുമില്ല. എൻ്റെ വയറിൻ്റെ മുകളിലാക്കിയിട്ടൊക്കെ വാട്ടർഫാളൊക്കെ ഉണ്ടാകും. നമ്മളൊരു സൈക്ലിംഗ് ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. വൈകുന്നേരമായി, ഏകദേശം 5 മണി അടുത്തായി. നമ്മൾ ഈ ഡോമിൻ്റെ ബാക്ക് സൈഡ്, നമ്മുടെ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെയാണ് ഇവരുടെ പുതിയ ഡോംസ് ഒക്കെ വരുന്നത്. ഒരെണ്ണം വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്, കംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഈ പണി നടക്കുന്ന ഡോമിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറി കേട്ടോ. കാരണം ഈ ഡോമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനുള്ളിലേക്ക് കയറിയത്. നോക്കൂ, ഇവിടെയുള്ള ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ നോക്കൂ. അതിമനോഹരമായ മലനിരകൾ, ടീ പ്ലാന്റേഷൻസ്, മൊട്ടക്കുന്നുകൾ, പുൽമേടുകൾ, ഇതൊക്കെ നമുക്ക് ഈ ഡോമിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഈ റിസോർട്ടിലെ ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള മൂല്യമേറിയ ഒരു ഡോം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പണി നടക്കുന്ന ഡോമോ അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത 3 ഡോമുകളായിരിക്കും. കാരണം ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി അതിമനോഹരമായ വ്യൂ അല്ലേ. പിന്നെ ഇവിടെ ഈ റിസോർട്ട് ഈ ഓരോ ഡോമിന് താഴെ പ്രൈവറ്റ് പൂൾ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഡോമായിട്ട് മാറുക. അപ്പോൾ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ കയറിയെന്ന് താഴേക്ക് നോക്കാൻ പോകണം. മുകളിൽ കയറിയിട്ട് എങ്ങനെയാണ് ഇത് കാണാൻ നോക്കട്ടെ. വാച്ച് ടവറിലെ കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ചെടികളൊക്കെയാണ്. ഇവിടെ ഒരു ടേബിളൊക്കെ ഇട്ടുണ്ട് കേട്ടോ. ഞാനെന്താ പോയാ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ നമ്മൾ വാച്ച് ടവറിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. പൂൾ ഏരിയയുടെ സൈഡിലായിട്ടാണ് ഈ ഒരു വാച്ച് ടവർ ഒരുക്കിയിരിക്കുന്നു. വാച്ച് ടവർ ഈസ് ഫൈൻ. കാരണം വാച്ച് ടവറിനേക്കാൾ മുകളിലാണ് നമ്മൾ ഡോം നിൽക്കുന്നുണ്ടോ. അപ്പോൾ വാച്ച് ടവർ കൊണ്ട് പ്രത്യേകിച്ചൊരു വ്യൂ കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് ഓക്കെ. ഇവിടെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുക. നല്ല രസമാണ്, ഫോട്ടോ എടുക്കാം. അപ്പോൾ നമ്മൾ നേരെ ക്യാമ്പ് ഫയർ നടക്കുന്ന സ്ഥലത്തേക്ക് പോകട്ടോ. ഇതാണ് മോണ്ടിക്ക ഗ്ലെയിംസിൻ്റെ ഒരു നൈറ്റ് വിഷ്വൽസ് എന്ന് പറയുന്നത് കേട്ടോ. പൂളിലൊക്കെ ഇപ്പോഴും ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അല്ല, പൂളൊക്കെ എംറ്റിയാണ്. കാര്യമില്ല. ഇതാണ് ഒരു ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ. അവിടെ കാണുന്ന റിസപ്ഷൻ ഏരിയയൊക്കെ ചെറിയ രീതിയിൽ ലൈറ്റ് ചെയ്തൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ ട്രീ ഒക്കെ ഒരു മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഈ വോക്ക് വേ ഒക്കെ അത്യാവശ്യം ലൈറ്റ് ഉണ്ട്, കാണാം എല്ലാ കാര്യങ്ങളൊക്കെ. ക്യാമ്പ് ഫയർ ഇവിടെ സെറ്റ് ചെയ്തേക്കണം കേട്ടോ അവന്മാർ. നമുക്കിതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് പോയേക്കാം. പൂൾ ഏരിയയിൽ ലൈറ്റൊക്കെ ഉണ്ട്, പക്ഷെ ആരുമില്ല. ഇത് ഏകദേശം 8 മണി വരെ ഇത് പ്രവർത്തിക്കും.
തിരികെ നമ്മൾ ഡോമിലേക്ക് പോവാണ്. നമ്മൾ ലഞ്ച് ഡിന്നർ പറഞ്ഞേക്കുന്നത് റൂം സർവീസാണ്. അവർ ഫുഡ് റൂമിലേക്ക് കൊണ്ടുവരും എന്ന് കരുതുന്നു. നമ്മുടെ ഡോമിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള രാത്രി കാഴ്ചകൾ ഇതാണ് കേട്ടോ. ഡോം ഞങ്ങൾ മുഴുവനായിട്ട് അടച്ചിട്ടേക്കാണ്. ഇപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ ആ വാച്ച് ടവറിൽ ഉള്ള ലൈറ്റ്സ് കാണാം. അതിങ്ങനെ ഡിം ചെയ്യുന്നുണ്ട് വാച്ച് ടവറിലുള്ള ലൈറ്റ്സ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ മലനിരകളൊന്നും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, ഫുള്ള് ഇരുട്ടാണ്. പിന്നെ അവിടെയുള്ള ആ റിസോർട്ടുണ്ടല്ലോ, അവിടെ കാണുന്ന ഒരു റിസോർട്ടാണ് ആ ലൈറ്റ് കാണുന്നത്. ആ റിസോർട്ട് മാത്രമേ, ആ ലൈറ്റ് മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഞാൻ നേരെ ഡോമിനകത്തേക്കാണ്. അപ്പോൾ നാളെ രാവിലെ കാണാം. ബൈ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. സെക്കൻഡ് ഡേ മോർണിംഗ്. ആരിപ്പനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 7 മണിക്കൊരു ട്രക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ 7 മണിക്കത്തെ ട്രക്കിങ്ങിന് ഇപ്പോൾ സമയത്തിലാണ്, ഇപ്പോൾ സമയത്ത് 6:40. നമുക്ക് ഇനിയൊരു 20 മിനിറ്റ്സ് ഇവിടെ ഉണ്ടാകും. നമ്മൾ ട്രക്കിങ്ങിന് പോകണം. 7 AM ആണ് അവർ പറഞ്ഞിരിക്കുന്നത് ട്രക്കിങ്. അപ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ, മോർണിംഗ് കാഴ്ചകളൊക്കെ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഡ്രസ്സ് കിക്കായിട്ടൊന്ന് ഡ്രസ്സ് ചേഞ്ചൊക്കെ ചെയ്തു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഈ പൂവ് കേട്ടോ, ഒരു രക്ഷയില്ലാതെ പൂവ്. ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്ത് പൂവുകളൊക്കെ പറഞ്ഞ് താഴെയിട്ടുണ്ട്. അപ്പം ഞാൻ ചെറുതായിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടോ, ഭയങ്കര തണുപ്പാണ്. ചെറുതായിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ റിസോർട്ടിൻ്റെ പുറകുവശത്തെ കാഴ്ചകൾ നോക്കാം. പുറകുവശത്ത് ഒരു നല്ല വ്യൂ ആണുള്ളത്. പക്ഷേ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വോക്ക് വേ ഒക്കെ വളരെ മനോഹരമാണ്. ആൻഡ് ദെൻ ഇവിടെയുള്ള ചെടികളൊക്കെ വളരെ മനോഹരമാണ്. നല്ല രസമാണ് കാണാൻ, പൂക്കളും ചെടികളും ഓക്കെ. ദെൻ ഈ ഡോംസ്റ്റേയുടെ അടിഭാഗമൊക്കെ ടീ പ്ലാന്റേഷനാണ് കേട്ടോ. ഇതുപോലെ ന്യൂലി കൺസ്ട്രക്റ്റഡ് ഡോംസാണ് ഇപ്പോൾ ഇത്. പക്ഷേ ഇത് റിസോർട്ടിന് വെളിയിലായിട്ടാണ് നിൽക്കുന്നത്. ഇതൊരു ഐ തിങ്ക് പുതിയ റോഡാണ്. അതിന് ശേഷമാണ് ഈ ഡോംസൊക്കെ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വ്യൂ അവിടെയുള്ളതിനൊക്കെ നല്ല വ്യൂ ആണ് അല്ലായിരുന്നു. അതിനൊക്കെ അവിടെയുള്ളതിനൊക്കെ നല്ല വ്യൂ ആണ്. അപ്പോൾ അവിടെ കുറേ കോൺക്രീറ്റ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അത്രയും ബിൽഡിങ്ങുകളൊന്നുമില്ല. ദാറ്റ് മേക്സ് ദിസ് സ്പെഷ്യൽ. ബട്ട് പക്ഷേ ഇത് റിസോർട്ടിൻ്റെ വെളിയിലായിട്ടാണ്. റോഡ് ഇത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെയുള്ള കാഴ്ച നോക്കാം. ഇവിടെ ഇങ്ങനെ മറച്ചുകൊണ്ട് നമുക്ക് കാഴ്ച കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇവരുടെ റിസോർട്ടിൻ്റെ പുറകിലെത്തി. റിസോർട്ടിൻ്റെ പുറകിലെ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട, അതാണ് റിസോർട്ടിൻ്റെ പുറകുവശം. മഞ്ഞുണ്ടോ? മഞ്ഞുണ്ടായിരുന്നു. മഞ്ഞൊക്കെ നോക്കി. അതാണ് ഡോം. ഇത് ഡോമിൻ WP ആണ്. ഡോമിൻ വർക്ക് ഇൻ പ്രോഗ്രസ്. ഇത് ആ മലയുടെ അവിടെ സൺറൈസ് നടക്കുന്നതാണ് കേട്ടോ. അത് ആ മലയുടെ അവിടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സീൻ. നമ്മൾ മാക്സിമം സൂമിൽ ഇതിന് 4x വരെയൊക്കെ പറ്റുള്ളൂ. യെസ് ഇറ്റ്സ് ഹാപ്പനിങ് നൗ. നമ്മളിത് ആ മലയുടെ മുകളിലേക്കാണ് ട്രക്ക് ചെയ്യാൻ പോണേ. നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ഈ ചേട്ടനാണ്, ജിൻസൺ.
ജിൻസൺ ചേട്ടനാണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. ഞാനും ആര്യപ്പനും മാത്രമേ ഉള്ളൂ, വേറെ ആൾക്കാരൊന്നുമില്ല. നമുക്ക് നോക്കാം എന്താണ് ആ മലയ്ക്ക് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ. അപ്പോൾ ജെയ്സൺ ചേട്ടൻ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാർക്ക് വളരെ റിച്ചാണ്. അവർക്കൊക്കെ 5ഉം 6ഉം ഒക്കെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണുള്ളത്. അവരൊക്കെ അവരുടെ പൂർവികർ കുടിയേറി പാർത്തതാണ്, വളച്ചു കെട്ടിയെടുത്ത സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. ഇതിന് വ്യക്തമായ രേഖകളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അവരൊക്കെ വളരെ റിച്ചാണ്. 6ഉം 7ഉം ഏക്കറിൻ്റെ ലാൻഡ് ഉടമകളാണ് അവർക്ക്. ഇവിടെയുള്ള ഈ ടീ പ്ലാന്റേഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ തന്നെയാണ് അവരുടെ പ്രധാന വരുമാന മാർഗം. അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയി. ഇവിടെയുള്ള ഈ സ്ഥലങ്ങളുടെയൊക്കെ അതിർത്തിയൊക്കെ തിരിക്കുന്നത് പനിനീർ ചാമ്പ എന്ന് പറയുന്ന ഒരു ചെടിയിലൂടെയാണ്. അതിൻ്റെ ചാമ്പയ്ക്ക വളരെ ടേസ്റ്റുള്ള ഒരു ഖനി തന്നെയാണ്. പിന്നെ ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അങ്ങനെ കയറി ഞങ്ങളങ്ങനെ ടോപ്പിലെത്തി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഡോമിൻ്റെ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ചെറിയൊരു മൊട്ടക്കുന്നുപോലെ, വൈറ്റ് കളറിലുള്ള മൊട്ടക്കുന്നുപോലെ ഒരു ഡോമിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അപ്പോൾ പിന്നെയും ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇവിടെ ഒരു ഗുരുജിയുടെ ഓണർഷിപ്പിലുള്ള ഒരു യോഗ സെൻറ്ററിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഞങ്ങൾ കയറി. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കുരിശുമലയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇത് ഗുരുജി ഇവിടെ ഒരു ശിവലിംഗമൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മോണ്ടിക്ക ക്ലബ്സ് റിസോർട്ടിൽ ഞങ്ങളെ കാത്തിരുന്ന കാഴ്ചകളൊക്കെ. വളരെ മനോഹരമായ റിസോർട്ടായിരുന്നു. ഞങ്ങളുടെ ഇയർ എൻഡ് ഞങ്ങളവിടെയാണ് ചിലവഴിച്ചത്. പിന്നെ ഈ ട്രക്കിംഗ് എക്സ്പീരിയൻസും വളരെ മനോഹരമായിരുന്നു. ആ ചേട്ടൻ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ട്രക്കിങ്ങിന് വരാത്ത ഒരുപാട് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആര്യനും മാത്രമാണ് ട്രക്കിങ്ങിൽ ജോയിൻ ചെയ്തത്. പക്ഷേ അവർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് മിസ്സായി. ഒരു മോർണിംഗ് വോക്ക് അവർക്ക് നഷ്ടമായി എന്ന് തന്നെ പറയണം. അപ്പോൾ ജെയ്സൺ ചേട്ടൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്.